ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ഇന്ന് 2020 ഒക്ടോബർ 15 കൂടി നമ്മളോട് വിട്ടുപിരിഞ്ഞു പോയ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയെ കുറിച്ച് ചെറിയൊരു അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ചെറിയൊരു വീഡിയോ സമർപ്പിക്കുകയാണ്. ഈ സമയത്ത് കേരള PSCക്ക് കമ്മിങ് വരുന്ന എക്സാംസിന് ഹെൽപ്പ് ആവുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അതിലെ കുറച്ച് ഭാഗങ്ങൾ എടുത്ത് ഇമ്പോർട്ടൻ്റ് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. സോ വെളിച്ചം ദക്കമാണുണ്ണി തമസല്ലോ സുഖപ്രദം, ഈ വരികൾ ഓർക്കാത്ത മലയാളികൾ, കേട്ടിട്ടില്ലാത്ത മലയാളികൾ തന്നെ കുറവാണല്ലേ. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന കൃതിയിലെ വരികളാണിത്. സോ 2019 ജ്ഞാനപീഠം 6ാമതായി നേടിയ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം. എല്ലാവർക്കും സ്വാഗതം. അക്കിത്തം എന്ന തൂലികാ നാമത്തിൽ ആണ് അറിയപ്പെട്ടിരുന്ന അക്കിത്തം അച്യുതൻ നമ്പൂതിരി 1926 മാർച്ച് 18 പാലക്കാട് ജില്ലയിലെ കുമരനല്ലൂരിൽ ജനിച്ച് 2020 ഒക്ടോബർ 15 നമ്മളോട് വിട പറഞ്ഞു പോയ മഹാകവിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അദ്ദേഹം ചെറുപ്പത്തിൽ സംസ്കൃതവും സംഗീതവും ജ്യോതിഷവും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ണി നമ്പൂതിരിയുടെ പ്രസാധകനായി 3 വർഷം, അതുപോലെ മംഗളോദയം യോഗക്ഷേമത്തിലൊക്കെ സഹപ്രവർത്തകനായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം 1956 മുതൽ കോഴിക്കോട് ആകാശവാണിയിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1975 കൂടി തൃശ്ശൂർ ആകാശവാണിയിലേക്ക് അദ്ദേഹം മാറുകയും അവിടുന്ന് 1985 വിരമിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം നാടകങ്ങളായിട്ടും കവിതകളായിട്ടും ചെറുകഥകളായിട്ടും 46ഓളം കൃതികൾ എഴുതിയിട്ടുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന കൃതി വളരെ പോപ്പുലർ ആവുകയും വളരെ പ്രശസ്തമായ കൃതിയാണ്. ഒരു മലയാള സാഹിത്യത്തിന്റെ തുടക്കമെന്ന് എന്നോളം പറയപ്പെടുന്ന ഒരു കൃതിയാണ് അദ്ദേഹത്തിന്റെ മലയാള സാഹിത്യത്തിന്റെ ഇതിഹാസം. വെളിച്ചം ദുഃഖമാണുണ്ണി തപസല്ലോ സുഖപ്രദം എന്ന് നമ്മൾ കേട്ട് ശീലിച്ച വരികളൊക്കെ 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മലയാള കവിതയുടെ ദാർശനിക മുഖമായി കാണുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് അവാർഡുകൾ കൂടി ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 1972 ബലിദർശനം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചു. അതിന് പിന്നാലെ അതേ കൃതിക്ക് തന്നെ 1973 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡും ലഭിക്കുകയുണ്ടായി. 1974 ഓടക്കുഴൽ അവാർഡ് നേടി. അതുപോലെ തന്നെ മലയാള സാഹിത്യത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം 2008 അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അതുപോലെ 2012 വയലാർ അവാർഡ്, സമഗ്ര സംഭാവനയ്ക്കുള്ള വയലാർ അവാർഡും ലഭിക്കുകയുണ്ടായി. 2017 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. 2019 6ാമത്തെ മലയാള സാഹിത്യത്തിൽ നിന്നുള്ള 6ാമത്തെ ജ്ഞാനപീഠ അവാർഡ് ജേതാവായി അക്കിത്തം അച്യുതൻ നമ്പൂതിരി മാറി. ജ്ഞാനപീഠ അവാർഡ് നമുക്കെല്ലാം അറിയാം. അതിന് മുന്നേ 5 പേർക്ക് കേരളത്തിൽ നിന്നും മലയാളിയായി മലയാള സാഹിത്യത്തിന് കിട്ടിയിട്ടുണ്ട്. അതായത് 1965 ജി ശങ്കരക്കുറുപ്പിനായിരുന്നു ആദ്യമായിട്ട് ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത്. അതിനുശേഷം 1980 SK പൊറ്റക്കാടിന് ലഭിക്കുകയുണ്ടായി. ഒരു തെരുവിന്റെ കഥ എന്നൊരു കൃതിക്കാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. 1984 തകഴിക്കും, പിന്നെ MD വാസുദേവൻ നായർക്ക്, അതിനുശേഷം ONV കുറുപ്പിന്, അവസാനം 6ാമത്തെ റെസിപ്പിയന്റായി 2019 ജ്ഞാനപീഠ അവാർഡ് നേടിയത് നമ്മുടെ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ നോട്ടബിൾ ആയിട്ടുള്ള അവാർഡ്സ് ആയിട്ട് ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ഇതും നന്നായിട്ട് പഠിക്കുക. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മലയാള സാഹിത്യത്തിന് തന്നെ തുടക്കം കുറിച്ച 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, അരങ്ങേറ്റം, ദേശസേവിക, വെണ്ണക്കല്ലിന്റെ കഥ, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, മധുവിധു, ഒരു കുലം മുന്തിരിങ്ങ കുട്ടിക്കവിതകളാണ്. ഈ ഏട്ടത്തി നുണയെ പറയൂ അദ്ദേഹത്തിന്റെ നാടകമാണ്. അക്കിത്തത്തിന്റെ തിരഞ്ഞെടുത്ത കവിതകൾ, പിന്നെയും ഏകദേശം 46ഓളം കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട വർക്ക്സ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് 2020 ഒക്ടോബർ 15 അക്കിത്തം അച്യുതൻ നമ്പൂതിരി നമുക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മളോട് വിട പറഞ്ഞു. 94ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. മലയാള സാഹിത്യ മേഖലയ്ക്ക് നിരവധി സംഭാവന നൽകിയ മലയാള സാഹിത്യത്തിന്റെ മഹാകവിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ 2 വരി കവിത ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ചൊല്ലാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയാം.
ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെൻ ആത്മാവിലായിരം സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. ഇത്രയും പറഞ്ഞുകൊണ്ട് മലയാളത്തിൽ ഒരുപാട് സംഭാവന നൽകിയിട്ടുള്ള അദ്ദേഹത്തിനെ ഇവിടെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ജ്ഞാനപീഠ ജേതാക്കളെ പറ്റിയുള്ള ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ എല്ലാവരെയും വെച്ചുകൊണ്ട് ചെറിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. സോ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഇതേപറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ സംസാരിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്തായാലും ഇത് പ്രയോജനമായിരിക്കും. താങ്ക് യു സോ മച്ച്.